കഴിഞ്ഞ തവണ ചുമരില് അടിപൊളിയായിട്ട് ചിത്രം വരച്ചപ്പോൾ സാറ് പറഞ്ഞു പുതിയ മറ്റൊരു ചുമരിലൂടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ജെമിനിയോട് പോയിട്ട് കുറേ ഓപ്ഷൻസൊക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈന് തരാൻ വേണ്ടി പറഞ്ഞു. അവസാനം കുറേ സ്പെസിഫൈ ചെയ്ത് അവസാനം എനിക്ക് ജെമിനി നല്ലൊരു ഡിസൈൻ തന്നു. അങ്ങനെ ഡിസൈൻ ചെയ്ത് പെയിന്റിങ് നിൽക്കാൻ നോക്കുമ്പോഴാണ് വലിയ ബ്രഷ് ഉണ്ടായിരുന്നു, അത് കമ്പ്യൂട്ടർ നേരാക്കാൻ വന്ന ആളുണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ ശരിയാക്കാൻ വേണ്ടി ചോദിച്ച് അത് ആള് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ബ്രഷുമായിട്ട് ഞാൻ വർക്ക് തുടങ്ങി. ഏകദേശം ഒരു 4 മണി, വൈകുന്നേരം 4 മണിക്കാണ് ഞാൻ വർക്ക് തുടങ്ങിയത്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടിരുന്നു. അത് ലൈവ് ഇടുക എന്നുള്ള ഉദ്ദേശം അല്ലായിരുന്നു, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് വളരെ കമ്മിയായിരുന്നു. അങ്ങനെ സ്റ്റോറേജ് കമ്മിയായിട്ട് എനിക്ക് ഫുൾ ലെങ്ത് വീഡിയോ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ കിട്ടിയൊരു ഐഡിയ ആണ്, ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടാൽ നമുക്ക് എന്തുണ്ട്, ആ ലൈവ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആർച്ചീവിൽ സേവ് ആയിട്ട് കിടക്കും. ആ സേവ് ആയ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫുൾ ലെങ്ത് വീഡിയോ നമുക്ക് കിട്ടും. അതും ചെറിയ സൈസില് നമുക്ക് വീഡിയോ കിട്ടും. ആ വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്ന അഭിപ്രായം പറയണേ. ഏകദേശം 4 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കും തന്നെ ഒരു സന്തോഷം. ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് ക്യാഷോ അല്ലെങ്കിൽ കൂലിയോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന്. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോക്കെ കഴിവുകൾ ഉണ്ടാകും. ഞാൻ ഒരിക്കലും ഒരു ഡിസൈനറോ ഒന്നുമല്ല, പക്ഷെ എനിക്കിങ്ങനെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനിങ്ങനെ പേടിക്കാതെ ചെയ്യും. അതാണ് തെറ്റോ എന്നുള്ളൊരു പേടി എനിക്ക് വരാറില്ല. ആ ഒരു ധൈര്യമാണ് എനിക്ക് ഓരോ ഡിസൈൻ ചെയ്യാനുള്ളൊരു മോട്ടീവ്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയാം. ഞാൻ തന്നെ അവസാനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജെമിനിക്ക് ഞാൻ ഇത് ഡിസൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജെമിനിക്ക് ഒരു പോസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ജെമിനിനോട് ഞാൻ ചോദിച്ചു അതിൽ എത്ര മാർക്ക് എനിക്ക് തരുന്നു പറഞ്ഞപ്പോൾ ജെമിനി തന്നെ പറഞ്ഞത് എനിക്ക് 95 മാർക്ക് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ എത്ര മാർക്ക്